പുസ്തകം 3-ാം അധ്യായം 19 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. മനുഷ്യ, നീ മണ്ണാണെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് വിഭൂതി തിരുനാൾ. മനുഷ്യൻ്റെ ജീവിതം നിലാവ് പോലെ കടന്നു പോകുന്നതാണെന്നും നീ കുഴിച്ചിട്ടാൽ മണ്ണാകുമെന്നും കത്തിയാൽ വെറും ചാരമാകുമെന്നും ആയതിനാൽ നിന്റെ പാപവഴികളെ ഉപേക്ഷിച്ച് പുണ്യവഴിയിലൂടെ സഞ്ചരിക്കണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആരാധനാക്രമ വത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി ചിന്തിച്ച് അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനുള്ള കാലഘട്ടം. തെറ്റിയ എൻ്റെ വഴിയെ തിരുത്തുവാൻ തിരുസഭ എനിക്ക് 2 വഴികൾ പറഞ്ഞു തരുന്നുണ്ട് ഈ ദിവസം. ഒന്നാമത്തേത് പരമ്പരാഗതമായ നോമ്പ് നോക്കലാണ്. മത്സ്യമാംസാദികളുടെ വർജനം, ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കൽ. ഇതിലൂടെ എൻ്റെ ജഡിക ആസക്തികളെ ഞാൻ വേണ്ടെന്ന് വച്ച് ആത്മാവിനെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തേത് ആത്യന്തികമായ നോമ്പെടുക്കലാണ്. എൻ്റെ മർത്യശരീരത്തിൽ പാപം ഭരണം നടത്തുന്നുവെങ്കിൽ അതിനെ എന്നേക്കുമായി വർജിക്കലാണത്. പ്രത്യേകിച്ച് ആത്മാവിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയുന്ന ജഡിക പ്രവണതകളും മൂലപാപങ്ങളും. ഇവയെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്തിയായിലെ സഭയിലെ വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നത് 5-ാം അധ്യായം 19 മുതൽ നാം വായിക്കുന്നുണ്ട്. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജഡത്തിൻ്റെ പ്രവണതകളെ നാം പാടെ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ അഹങ്കാരവും. മൂലപാപങ്ങളിൽ ഏറ്റവും പ്രശ്നക്കാരൻ ഇവൻ തന്നെയാണ്. ഇവൻ നമ്മിൽ കയറിപ്പറ്റിയാൽ സൃഷ്ടാവിനെ പോലും നമ്മൾ മറക്കും. പണ്ടെങ്ങോ വായിച്ചു കേട്ട ഒരു കഥയുണ്ട്. വിദ്യ അഭ്യസിച്ചതിന് ശേഷം തൻ്റെ ഗുരുവിനെ കാണാൻ വന്ന ശിഷ്യന്മാരുടെ കഥ. ഗുരുവിനെ കാണാനായിട്ട് അവർ വരുമ്പോൾ കൈക്കൊടുന്ന നിറയെ സൗരഭ്യമുള്ള പൂക്കളുമായിട്ടാണ് അവർ വരിക. അവർ വന്നപ്പോൾ ഗുരു പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഗുരുവിൻ്റെ മുമ്പിൽ ശിഷ്യന്മാർ നിലകൊണ്ടു. പ്രാർത്ഥന കഴിഞ്ഞ് ഗുരു കണ്ണു തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ശിഷ്യന്മാർ മുമ്പിൽ നിൽക്കുന്ന പൂക്കളുമായി. ഗുരു ശിഷ്യന്മാരോട് പറയുന്നു, യു ഡ്രോപ്പ് ഇറ്റ്, നീ ഉപേക്ഷിക്കുക. ഇടത് കൈയിലെ പൂക്കൾ അശുഭ ലക്ഷണമായിരിക്കുമെന്ന് കരുതി ശിഷ്യന്മാർ ഇടത് കൈയിലെ പൂക്കൾ ഉപേക്ഷിക്കുകയാണ്. വീണ്ടും ഗുരു പറയുന്നു, യു ഡ്രോപ്പ് ഇറ്റ്, നീ ഉപേക്ഷിക്കുക. വലത് കൈയിലെ പൂക്കൾ അശുഭ ലക്ഷണമായിരിക്കുമെന്ന് കരുതി ആ പൂക്കളും അവർ ഉപേക്ഷിക്കുന്നു. പക്ഷേ ഗുരു വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, യു ഡ്രോപ്പ് ഇറ്റ്, നീ ഉപേക്ഷിക്കുക. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവർ ചോദിക്കുന്നു, ഗുരു, ഞങ്ങൾ കൊണ്ടുവന്ന പൂക്കളെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചു, ഇനിയും എന്താണ് ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടത്? ഗുരു മറുപടി പറഞ്ഞു, നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് പൂക്കളല്ല, മറിച്ച് അഹത്തെയാണ്, ഞാൻ എന്ന ഭാവത്തെയാണ്. ദൈവത്തെ കണ്ടുമുട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്ന ഭാവം പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപേക്ഷിക്കണം. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവിക ചൈതന്യത്തിൽ ജീവിക്കുവാനുള്ള കാലഘട്ടമാണ്. ഞാൻ എന്ന ഭാവം ഉപേക്ഷിച്ച് ജഡിക ആസക്തികളോട് വിട പറഞ്ഞ് മൂലപാപങ്ങളോട് നോ പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട കാലഘട്ടം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.